തോരൻ റെസിപ്പീസിൽ ഇന്ന് നാലാമത്തെയാണ്. ബീൻസ്, കോളിഫ്ലവർ, മുരിങ്ങയില ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തോരൻ. ഇന്ന് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് പച്ചക്കായ വെച്ചിട്ട്. പച്ചക്കായ എത്ര ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചു പോകും. പച്ചക്കായ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കുക. ഇത് വേവണ സമയം കൊണ്ട് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉള്ളീൻ്റെ കൂട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ആ അടച്ചു വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ ചേർന്ന് പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദാ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വീണ്ടും ഇളക്കി അങ്ങനെ 1-2 പ്രാവശ്യം ഇളക്കി വരുമ്പോഴേക്ക് നമ്മളെ സവാളയൊക്കെ നന്നായിട്ട് വാടി ആ മുളകൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് 1-2 മിനിറ്റ് തന്നെ മിക്സ് ചെയ്യുക. അപ്പോഴുള്ളൂ ആ ഉള്ളീൻ്റെ കൂട്ട് നമ്മളെ ഈ പച്ചക്കായയിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വീണ്ടും തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ തട്ടിപ്പൊത്തി നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇങ്ങനെ 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് നമ്മളെ പച്ചക്കായയിൽ ആ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആവും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത ഈ ഒരു പച്ചക്കായൻ്റെ ഉപ്പേരി മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം നമുക്കിതാ പച്ചക്കായൻ്റെ തോരൻ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്.